ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ചാനൽ. ഇതൊരു ഗെയിമിംഗ് ചാനലാണ്. അപ്പോൾ ഇത് പഴയ ചാനൽ തന്നെയാണ്. അതിൻ്റെ പേരൊന്ന് മാറ്റി വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ റെഡിയായി. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഗ്രാനി 2 ആണ്, അതും നോർമൽ ബോഡിയിൽ. അപ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. എന്തൊക്കെയാണ് ഇന്ന് അവിടെ നടക്കുക എന്ന് എനിക്കറിയില്ല. ഞാൻ 3 പ്രാവശ്യം ഇത് കളിച്ചു. അപ്പോൾ എനിക്ക് ഫാസ്റ്റിലായിട്ട് എസ്കേപ്പ് ആവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതേപോലെ എസ്കേപ്പ് ആവാൻ പറ്റിയാൽ മതിയായിരുന്നു. നോർമൽ മൂഡിലാണ്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ഗെയിമിലേക്ക് കിടക്കുവാണ്. ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ്. നമ്മളിതിനകത്ത് എങ്ങനെയാണ് വന്ന് പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നൊന്നും നമുക്കറിയാൻ പറ്റുള്ളൂ. അത് ഇച്ചിരി മോശമായി. നമുക്ക് നോർമലിട്ടിട്ടുണ്ട്. ബോത്ത് മീഡിയം എല്ലാം ഒക്കെയാണ്. കളിയിലേക്ക് നമുക്ക് കിടക്കാം. എനിക്ക് ഇന്ന് ആരാണ് ഈ നമ്മളെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് കളിക്കാം. അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എസ്കേപ്പ് ആവുന്നുള്ളൂ. ഓക്കെ, നമ്മൾ എനിക്കുകയാണ്. ഡേ 1 ഉണ്ടോ? ഡേ 1 തന്നെ നമ്മളൊരു ചാലഞ്ച് എടുത്തതാണ്. ഡേ 1 തന്നെ നമ്മളിന്ന് എസ്കേപ്പ് ആവും. ഓക്കെ, നേരെ പോട്ടെ. നമ്മൾ പോണ ബോട്ടുള്ള സ്ഥലത്തേക്ക് കേട്ടോ. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. ആ മോൺസ്റ്റർ അവിടെ ഉണ്ട് കേട്ടോ. അതും ഇച്ചിരി വെച്ചിട്ടാണ്. നേരെ പോട്ടെ, നേരെ പോട്ടെ, മുകളിലേക്ക് പോട്ടെ. നമുക്കിവിടെ ഒച്ച ഉണ്ടാക്കും. അതാകുമ്പോൾ 2 പേരും അടിയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് ഒളിക്കും. അതാകുമ്പോൾ അവർ കാണൂല. പക്ഷേ അവർക്ക് നമ്മളവരെ കാണും. പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. മനസ്സിലായി? ഗ്രാൻഡ് വന്നിട്ടുണ്ട്. ഗ്രാനി വാ. ഇവിടെ വന്നില്ലല്ലോ. പണിയോ കൂട്ടോ, പണിയോ. ഒച്ച കേൾക്കുന്നുണ്ട്. ഓക്കെ, എടാ പണിയാടോ, തിരിച്ചു വരാ. ഞാൻ 2 കൽപ്പിച്ച് മുകളിലേക്ക് പോകണം. എന്തെങ്കിലും ആവട്ടെ. ഗ്രാൻഡ് പോണ്ട്. നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലത്തെ നിലയിലേക്ക്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യും. എന്തെങ്കിലും ഉണ്ടാവണേ. ഗ്രാൻഡ് പേടെ വായ കയറി കൊടുത്തേനെ. ഇപ്പോൾ നേരെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യും. നമുക്ക് ഓപ്പൺ ചെയ്യണം. നമുക്ക് മുകളിലേക്ക് പോകാം ഗൈസ്. മുകളിലേക്ക് പോവാം. അല്ലാണ്ട് ഒരു വഴിയില്ല. ഓക്കെ, ഇവിടെ ഫുള്ള് നമുക്ക് സെർച്ച് ചെയ്യാം. ഗ്രാൻഡ് അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് സീനൊന്നുമില്ല. ഗ്രാൻഡ് പോയിന്റും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ തന്നെ നിൽക്കുന്നില്ല. നോക്കണേ ഒന്നും കാണുന്നില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ചിക്കൻ ഉണ്ട് ഇവിടെ. റെഞ്ച്. ഓക്കെ, നമുക്ക് റെഞ്ച് കിട്ടിയിട്ടുണ്ട്. റെഞ്ച് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അവിടെ ക്രോബാർ ഉണ്ട്. ഇതിൽ കൂടെ നമുക്ക് ചെല്ലാം അങ്ങോട്ടേക്ക്. ഇവിടെ നമുക്ക് ക്രോബാർ എടുത്ത് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ തട്ട് കുറച്ചിട്ട് ഗ്രാനി അങ്ങോട്ട് വരും. ആ സ്പോട്ടിൽ നമുക്ക് ഇവിടെ എസ്കേപ്പ് ആവാം. ഇവിടെ മാക്സിമം എനിക്ക് തോന്നുന്നു പാഡ്ലോക്ക് ആണെന്നാണ്. പാഡ്ലോക്ക് തന്നെയാണ് ഞാൻ എല്ലാ കളിയിലും ഇവിടെ തന്നെയാണ് പാഡ്ലോക്ക് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് തുറന്നു വിടാം. ഇവിടെ തുറന്ന് നമുക്ക് അപ്പുറത്തെ വഴി കൂടെയും 2 പറ്റും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. സീനില്ല. നമ്മളിവിടെ പ്ലാങ്കളൊക്കെ ഇടുന്നുണ്ട്. ഉയ്യോ, ഗ്രാനി ഓടിക്കോ. അയ്യോ, ഇവിടെ വെപ്പണിക്ക് വേണം. ഗ്രാനി പോയി എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. ഗ്രാനി പോയിട്ടുണ്ടാവും, ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. ഇവിടെ നമുക്ക് ഗ്രാനീനെ കാണുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിട്ടും. ഒന്ന് ഗണ്ണായിരിക്കും, അല്ലെങ്കിൽ പിക്ചർ പീസ് ആയിരിക്കും. ഒന്നുമില്ലേ? വെരി നൈസ്. ട്രാപ്പിട്ട് വെച്ചേക്കാണല്ലോ.
ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ബോട്ട് കീ നമുക്ക് ആവശ്യമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഗ്രാനി 2ൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് ബോട്ട് എസ്കേപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇന്ന് നമുക്കൊരു ചാലഞ്ച് ഉണ്ട് ഇന്ന് ഞാൻ എടുത്തൊരു ചാലഞ്ചാണ്. ഗണ്ണിട്ടിയുണ്ട്. ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരു ലൈഫ് പോലും കളയാതെ എസ്കേപ്പ് ആവുക. അത് ഞാൻ എന്തായാലും നോക്കും, കാരണം നോർമൽ മോഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. ഹാർഡിലേക്ക് വരുമ്പോൾ ഇച്ചിരി ഗ്രാനി പാത്രം കഴുകണു. നല്ല ശീലമൊക്കെ ഉണ്ട്. ട്രാപ്പിട്ട് വെച്ചേക്കണുണ്ടോ? ട്രാപ്പിലെല്ലാം വീണ പണി കിട്ടും. ഇവിടേക്ക് നമ്മൾ ഗ്രാൻഡ് പാ പോയിട്ടുണ്ടാവും. ഓക്കെ, ഗ്രാൻഡ് പാ. ഓക്കെ, ഗ്രാൻഡ് പാക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നെ ഇങ്ങോട്ടൊന്നോ ഇവിടെ ഇയാൾ ഇങ്ങോട്ട് പോകും. ഓക്കെ, നമുക്കത് കിട്ടിയിട്ടുണ്ട്. എന്തോന്ന് വെച്ചാൽ സെക്യൂരിറ്റിക്കാണ്. നമുക്ക് സെക്യൂരിറ്റി ക്യാബിൻ നമുക്ക് തുറന്നു നോക്കാനുണ്ട്. ഗ്രാനിയൊക്കെ ഇപ്പോൾ സ്പോൺ ഔട്ടാ. ഇവിടെ സാധാരണ മോളിൽ നമുക്ക് ഹാൻഡ് വീൽ കിട്ടും. ഇവിടെ ഹാൻഡിലാണ്. ഹാൻഡ് വീൽ നമുക്ക് ഹാൻഡിലൊക്കെ വെരി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഈ ഒരു ഗെയിമിൽ തന്നെ നമുക്ക് ഏറ്റവും യൂസ് ആയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ ക്രോബാറാണ്. സോറി, തെറ്റിപ്പോയിട്ടോ. പാഡ്ലോക്കിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പറഞ്ഞപ്പോൾ ഓർക്കണം, നമുക്ക് പാഡ്ലോക്കി എടുത്തിട്ട് അത് അവിടുത്തെ ലോക്ക് തുറക്കണേ. അതൊന്നും നമുക്ക് സീനില്ല. ഞാൻ ഓർത്തില്ല. ഓടിറ ക്രിക്കറ്റ് കളി ഇവിടെ നടക്കുവാണ്. ക്രിക്കറ്റ് ഗൈസ്, നിങ്ങൾക്ക് ഫുട്ബോളാണോ ക്രിക്കറ്റാണോ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നേരെ പോട്ടെ. പാഡ്ലോക്കിയുടെ ഇനി നമുക്ക് ഉപയോഗമില്ല. പാഡ്ലോക്കി ഇന്ന് നമുക്കിനി ഉപയോഗമില്ല. ഇനി നമുക്ക് വേണ്ട ഹാൻഡ് വീലും അതേപോലെ തന്നെ കട്ടിംഗ് പ്ലെയറുമാണ്. ഹാൻഡ് വീല് ഒന്നെങ്കിൽ മുകളിലുണ്ടാവും, കാരണം മുകളിലാണ് സാധാരണ ഹാൻഡ് വീല് ഞാൻ കാണുന്നത്. ഇവിടെ ആയിരിക്കും ഉണ്ടാവേണ്ടത്. ഓക്കെ, നമ്മൾ വിചാരിച്ച ശരിയായി. ഇവിടെ നമ്മൾ നെസ്ഫറാട്ടോൻ്റെ സ്ഥലമാണ്. നെസ്ഫറാട്ടോ. ഓക്കെ, ഇവിടെ എന്തെങ്കിലും വെപ്പൺ കീ ഇല്ലേ? നമ്മളിന്നത് എടുക്കുന്നില്ല. നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ നെസ്ഫറാട്ടോൻ്റെ സ്ഥലമാണ് കേട്ടോ. ഓക്കെ, നേരെ ഓട് ഗ്രാനി എലമെൻറ്റോ? ഇല്ല, കത്തിക്ക്. നമുക്കെന്തായാലും ഈ വഴിക്ക് അവിടെ കൂടെ ഞാനിന്ന് പോകുന്നില്ല. ഇന്നൊന്നല്ല, അതിൽ കൂടെ നമ്മളെ ഒരാൾ പെട്ടെന്ന് ചേസ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് അതിൽ കൂടെ പോകാം. അല്ലാണ്ട് നമ്മൾ പോകുന്നില്ല. നമുക്ക് ഈ ഹാൻഡ് വീൽ വെച്ചിട്ട് അത് കറക്കാം. അതാകുമ്പോൾ വലിയ സീനൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഹാൻഡ് വീൽ ഞാൻ വച്ചിട്ടുണ്ട്. ഇപ്പം മുകളിലത്തെ അത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കട്ടിംഗ് പ്ലെയറാണ്. ഞാനിങ്ങനെ ഇപ്പോൾ ഒന്നിച്ചു തന്നെ ഒരു വെടിക്ക് രണ്ടുപേരും ചാവോ? ഇല്ലടാ, ഇല്ല, രണ്ടുപേരും ചത്തില്ല. പണി കിട്ടി. കട്ടിംഗ് പ്ലെയർ ഇനിയിപ്പോൾ എവിടെ ഉണ്ടാവുമെന്തോ. എവിടെയെങ്കിലും ചെന്ന് നോക്കണം. ഈ ബോക്സിൽ കട്ടിംഗ് പ്ലെയർ ഉണ്ടാവും, അല്ലെങ്കിൽ സേഫിലുണ്ടാവും. നമുക്ക് ഇവിടെ ഉള്ള ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. എങ്ങാനും കട്ടിംഗ് പ്ലെയർ കിട്ടിയാലോ. ഓക്കെ, നമുക്ക് കട്ടിംഗ് പ്ലെയർ കിട്ടിയിട്ടുണ്ട്. അയ്യോ പണിയായി. നമുക്കിപ്പോൾ ഈ വഴി കൂടെ ചാടാം. ഓക്കെ, പോടാ. ഓക്കെ, ഇപ്പം നമ്മളുടെ ആ ബെഡ്റൂമിലെ അതിൽ കൂടെ ഉള്ള സ്റ്റെപ്പ് വഴിയായിരിക്കും ഗ്രാൻഡ് പാ അടിയിലേക്ക് വരിക. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റെപ്പ് വഴി പോവാം. അതാകുമ്പോൾ വലിയ സീൻ ഉണ്ടാവില്ല. ഗ്രാൻഡ് പാ നമ്മൾ പിടിക്കുമോ? ഇല്ല. ഈ ഫോട്ടോ തട്ടി മറിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്കിനി നേരെ ചെന്ന് എസ്കേപ്പ് ആവാവുന്നുള്ളൂ. ഈ വീട്ടിലെ അവസാന നിമിഷങ്ങളാണിത്. ഓക്കെ, നമ്മളങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട്. സീരിയസ്ലി. ഓക്കെ,
ഗ്രാനി നമ്മളെ നോക്കുന്നുണ്ട്. നമ്മളിതാ എസ്കേപ്പ് ആയിരിക്കുന്നു. പെട്ടെന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഓ പെട്ടെന്നായിരുന്നു നമ്മളുടെ കളി. നമുക്ക് പെട്ടെന്ന് സാധനങ്ങളും കൂടുതൽ കിട്ടി. അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇപ്പോഴാണ് നമ്മൾ മെയിൻ ഡോർ എസ്കേപ്പാണ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ബോട്ട് എസ്കേപ്പ്, അത് കഴിഞ്ഞ് ചാടിപ്പോകും. അത് കഴിഞ്ഞ് ഞാൻ ഉറപ്പായിട്ടും ഹെലികോപ്റ്റർ എസ്കേപ്പ്, എല്ലാ എസ്കേപ്പും ചെയ്യും. ഇനിയും ഇതേപോലത്തെ ഗ്രാനി വീഡിയോസ് ആൻഡ് എല്ലാ വീഡിയോസും വരും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ ഇഗ്നോറും ചെയ്ത് പോകുക. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ.